ഇതുകൊണ്ട് മേളിൽ ആന നിൽക്കുന്നേ, താഴെ രണ്ടന്മാർ വണ്ടി നിർത്തിയിട്ട് റോഡിൽ ഇറങ്ങി നിൽക്കുവാണ്. കൊടുങ്കാട്ടിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ആന ഡിസ്റ്റർബ് ചെയ്യണം, അവർ ഓൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേ മലയിൽ ആനക്കൂട്ടം പെയ്യുന്ന കേട്ടോ, നല്ല ദൂരത്തിലാണ്. നോക്കി കരടിക്കൂട്ടം. മാനംമുട്ടിയിലെ സ്ഥിരം കാഴ്ചയാണ് കാട്ടുപോത്തിൻ കൂട്ടങ്ങൾ. നോക്കി പോകുന്ന പോക്ക് കണ്ടോ എല്ലാം കൂടെ. നമ്മളെ കണ്ട വഴി ഓടുന്ന ഓട്ടമാണ്. നോക്കി വള്ളക്കടവിൽ നിന്ന് ഗവി വരെയാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് വരുന്നത്. രാവിലെ 6:30 ആകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യുവേ. സിംഹവാലം കുരങ്ങ് ഇവരെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പെരിയാറിൽ കാണുന്നത്. നോക്കി ഇരിപ്പുണ്ടോ, തള്ളയും കുഞ്ഞുമാണ്. നോക്കി ഇരിപ്പ് കണ്ടോ, മലബാർ പിറ്റ് പൈപ്പറാണ്. കാട്ടുപഞ്ഞളുടെ ഇലയിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. തേക്കടിയിലെ ഈ ഒരു ബോട്ടിങ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ നേരെ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് ആനിമൽസ് ഉണ്ട് കേട്ടോ. ഓ നോക്കിയേ, പഴയത്ത് നിന്ന് മെയ്യുന്നുണ്ടോ, ഒരു കൂട്ടമുണ്ട് കേട്ടോ. ഇതാ കൂട്ടത്തിലെ മെയിലാണ്. ഓ എന്നാ ഭംഗിയുള്ള സ്ഥലമല്ലേ, ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് വേണം നമുക്ക് പറയാമല്ലേ. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ടെൻറ്റുകൾ. 3 പേർക്ക് നല്ല സുഖമായിട്ട് അതിനകത്ത് കിടക്കാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വണ്ടർലസ്റ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ജംഗിൾ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ജംഗിൾ ക്യാമ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. സ്റ്റേ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ട്രക്കിങ് ചെയ്യാനാണെങ്കിലും നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. നമ്മളൊരു മഴയുടെ അകമ്പടിയോടെയാണ് ഇവിടെ എത്തിയത്. ഇപ്പം മഴ തോർന്നിട്ടുണ്ടെങ്കിലും ചെറുതായിട്ട് ചാറുന്നുണ്ട്. എന്നാണെങ്കിലും നമ്മൾ ട്രക്കിങ് പോകാൻ റെഡിയാവുകയാണ്. വളരെ ശാന്തമായിട്ടുള്ള പ്ലേസ്. മഴ നല്ല രീതിയിൽ പെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചീവീടിൻ്റെ ശബ്ദം കുറച്ച് കൂടുതലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെയൊക്കെ ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസും സൗണ്ടൊക്കെ കാണാം. ആ ഒരു ദിവസം തന്നെ അടിപൊളിയായിരിക്കും. എന്നാണെങ്കിലും നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോകാൻ തുടങ്ങുകയാണ്. മഴയില്ലെങ്കിൽ നല്ല രീതിയിൽ സൈറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം മാനമുട്ടി മല കുറച്ച് നാളായിട്ട് കത്തിച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ തളിർപ്പുല്ലുകളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനയും കാട്ടുപോത്തും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ട്രക്കിങ്ങിന് പോകാം. അങ്ങനെ നമ്മളിതാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പേ നല്ലൊരു മഴ പെയ്തായിരുന്നു. നല്ല പെരിയാറ് കലങ്ങി കേട്ടോ പോകുന്നത്. നല്ല മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട് നാളെ. അപ്പോൾ നമുക്ക് മഴ പെയ്ത് പെട്ടെന്ന് മഞ്ഞ് കയറും. മഞ്ഞ് കയറി നമുക്കില്ലേ ഇത്രയും ദൂരം നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ റോഡിലൂടെ നടക്കണം കേട്ടോ. കുറച്ച് നേരം റോഡിലൂടെ നടന്നിട്ട് വേണം. ഫ്രണ്ടിലൊരു വലിയൊരു മല കാണുന്നുണ്ട്. ആ മലയാണ് നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റൂട്ട് ഗവിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ആണ് നമ്മൾ നടന്നു പോകുന്ന വഴി കുഞ്ഞൊരു കാട്ടുചോല മാനമുട്ടിയിൽ നിന്ന് താഴേക്ക് വരുന്ന കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടിയേക്കുന്നത് കൊണ്ട് കണ്ടോ ഫ്രണ്ടിൽ കാണുന്ന മലയൊക്കെ നല്ല രീതിയിൽ പച്ചപ്പായിട്ടുണ്ട്. അപ്പം ഈ ഒരു മലയിലേക്കാണ് നമ്മൾ ഹൈക്ക് ചെയ്യുന്നത്. നമ്മൾ കയറുന്ന വഴി എത്തി കേട്ടോ. ഇവിടെ നിന്നാണ് കയറി പോകുന്നത്. അങ്ങനെ വേനലൊക്കെ മാറിയതാ. പച്ചപ്പ് വന്നപ്പോൾ ഇവിടെ കാണാനുള്ള ഭംഗി നോക്കി. അന്ന് നമ്മൾ വന്ന അതേ ഫീൽ കേട്ടോ. കംപ്ലീറ്റ് പച്ചപ്പായേ. നൈസ്.
വേറെ വിളി തന്നെ. ഇതുണ്ടോ അങ്ങേ മലയിൽ മ്ലാവിൻ്റെ കൂട്ടങ്ങളുണ്ട്. നല്ല ലോങ്ങിലാണ്. ഇവിടാണ് നമ്മുടെ സാമ്പാടിയേഴ്സ് മ്ലാവുകൾ മെയ്യുന്നത്. നല്ല ദൂരത്തിലോട്ടോ. നമ്മൾ ഇങ്ങേ മലയിൽ, അവരങ്ങേ മലയിലുമാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണേ. ഇല്ലില്ല, കാല് കെട്ടിയ. ചെറുതായിട്ടൊന്ന് വീണു. ഇത് കരടി മന്തി തന്നു കേട്ടോ എനിക്ക്. നമ്മളൊരു വീഴ്ചയൊക്കെ കാണിച്ച് എണീറ്റപ്പോൾ നമ്മുടെ വീടൊന്ന് കണ്ടു. നമ്മളെ വിളിച്ച് ഓടിയത് കരടിയോ? കരടി. ഇതാണ്ട് ആ പുല്ലിനകത്തൊരു കരടി ഇരിക്കുന്നുണ്ടോ? ഇതാണ് ഏടി വിളിച്ചു പറഞ്ഞത്. ഓടി വന്നപ്പോഴത്തേനും മിസ്സായി. എന്താണേലും നമുക്ക് കരടി മിസ്സായി കേട്ടോ. അതാ ഈ ഒരു പ്ലേസിലായിരുന്നു കരടിയെ കണ്ടിരുന്നത്. അതങ്ങനെ മിസ്സായി കേട്ടോ. കാണാൻ പറ്റി, പക്ഷെ നമുക്ക് ഫ്രെയിമിലാക്കാൻ പറ്റില്ല. അതിനിപ്പുറം അത് മറന്നു. അതാ ഇങ്ങ സൈഡിലും മ്ലാവുകൾ മെയ്യുന്നുണ്ട്. അതാ എന്നെ ഭംഗിയെന്ന് നോക്കി ഇവിടെയൊക്കെ കാണാനായിട്ട്. അതാ എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ നിന്ന്. ഇപ്പോൾ ഇതേ നമ്മളിവിടെ നിന്ന് മേലേക്ക് കയറുവാണ്. വേണ്ടോ മലകൾക്കിടയിൽ നിന്നും കാട്ടുചോല ഉത്ഭവിക്കുന്നുണ്ടോ? ഇവിടെ ആയിരുന്നു നമ്മൾ കരടിയെ കണ്ടത്. പക്ഷെ അത് അവിടെ നിന്ന് എങ്ങും പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ അകത്ത് എവിടെ നിൽപ്പുണ്ടത്. സത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, എയർ സ്ട്രിപ്പ്. അതാണ് കേട്ടോ ഈ ലോങ്ങിൽ കാണുന്നത്. സത്രത്തിൻ്റെ ഭാഗമാണ്. ഈ താഴെ കാണുന്നതാണ് നമ്മൾ കയറി വന്നത്. നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ലോഡ്ജാണ്, ഡോർമെട്രിയാണ് കാണുന്നത്. അതുപോലെ തന്നെ താഴെ കാണുന്ന പാലം കണ്ടോ, അത് കവർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് കയറി വന്നത്. നോക്കിയേ, മുകളിലേക്ക് കയറുന്നതോടെ നോക്കി ഒരു കാഴ്ച ഭംഗി എത്രമാത്രമാണെന്ന് നോക്കി. അങ്ങേ മലയിൽ മ്ലാവും കാട്ടുപോത്തുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മഴയുടെ ആയതൊക്കെ മാറി കേട്ടോ. സോ നടന്ന് നമ്മൾ മാനമുട്ടയുടെ ടോപ്പിലേക്ക് എത്താറാവുകയാണ്. അത്യാവശ്യം നല്ല ഹൈക്കിംഗ് ആണ്. ഫസ്റ്റ് ടൈം നമ്മൾ മാനമുട്ടി മലയിലേക്ക് വന്നപ്പോൾ കണ്ടൊരു പോത്തില്ലേ, അതിൻ്റെ തലയോട്ടി ഇതാ ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. സാധാരണ ഇതിൻ്റെ കൊമ്പും കാര്യങ്ങളൊന്നും എടുത്ത് കളയാറില്ല, അതുപോലെ തന്നെ ഇടാറുള്ളൂ. കാര്യം നമ്മുടെ ഈ മുള്ളമ്പന്നിക്കൊക്കെ കഴിക്കാൻ ഉതകുന്ന സാധനം കേട്ടോ ഇതിൻ്റെ കൊമ്പൊക്കെ. അതിൻ്റെ സൈസുണ്ടോ. കാൽസ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മുള്ളമ്പന്നിയൊക്കെ ഇതിൻ്റെ കൊമ്പൊക്കെ കഴിക്കാറുണ്ട്. എന്നാ സൈസ് നോക്കി. ഇതുണ്ടോ ആന നിൽക്കുന്നുണ്ടോ? 4 എണ്ണം ഉണ്ട് കേട്ടോ. തീരെ പൊടിക്കുട്ടിയുണ്ട് ഉണ്ടല്ലേ. നല്ല ലോങ്ങിലായിപ്പോയി. പക്ഷേ നമ്മൾ ഈ മല കാണുമെന്ന് പ്രതീക്ഷിച്ച് കയറിയതാണ്, പക്ഷേ അങ്ങേ മലയിലാണ് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളിതാ ടോപ്പിലെത്തി കേട്ടോ. അതാണ് ഹൈയസ്റ്റ് പോയിൻ്റ് ഇവിടെ. ഇനി നമുക്ക് നടക്കാനുണ്ട്. ഹൈക്കിങ് ഏകദേശം തീർന്നു കേട്ടോ. ഇങ്ങേ സൈഡിൽ മുല്ലപ്പെരിയാർ ഡാമാണ്, പക്ഷേ നമുക്ക് വീഡിയോ ചെയ്ത് കാണിക്കാൻ പെർമിഷൻ ഇല്ല. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ട്രക്കിങ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണമുണ്ട്. അടുത്ത് കേട്ടോ കയറ്റം കയറിയപ്പോഴത്തേന്. നമ്മുടെ മുമ്പേ പറ്റിച്ച കരടി അതിൻ്റെ കീഴെ കയറി കേട്ടോ. बस मत कर लगना। നല്ല ദിവസമാണ് കേട്ടോ. അത് അങ്ങേ മലയിൽ ആനക്കൂട്ടം
ഇവിടെ നമ്മളെ മിസ്സായ കരടിയെ നമുക്ക് ഇതാ എവിടെ നിന്ന് കിട്ടി. കണ്ടോ, എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കുവാണേ. പക്ഷേ ആനക്കുട്ടൻ ഇച്ചിരി ദൂരത്തിലാണ്, 4 ആനകളുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ നടന്ന് ചെല്ലുന്ന വഴി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. എന്നെ ഒരു പ്ലേസ് നോക്കി. ഇപ്പോൾ നിലവിൽ നമുക്ക് മ്ലാവിനെ കിട്ടി, കരടിയെ കിട്ടി, ആനയെ കണ്ടു. പക്ഷെ എല്ലാം കുറച്ച് ദൂരത്തിലായി പോയി കേട്ടോ. ഇവിടെ നമുക്കൊരാനെ കാണാം. എൻ്റെ താഴെ കണ്ടോ വേറൊന്നും നിൽക്കുന്നുണ്ടോ? 2 ആനയാണ് കേട്ടോ. എൻ്റെ നിപ്പ് കണ്ടോ. അമ്മേനെയും കുട്ടിയാണ് കേട്ടോ. முல்லை பெரியார் தான் അങ്ങനെ ആനയെ ദൂരെ കണ്ടതിൻ്റെ വിഷമം മാറി കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് ആനയെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 സൈഡിലും ആനകളെയൊക്കെ കണ്ട് നേരെ നടക്കും കേട്ടോ. അപ്പോൾ ഈ നടക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഉണ്ട്, അത് 3 ആന ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞാന ഉണ്ടായിരുന്നു, ജസ്റ്റ് തള്ളയാന മൂവ് ആയപ്പോഴാണ് കണ്ടേ. അതുകൂടാതെ വേറൊരു ആന ഉണ്ടായിരുന്നു. എനിവേ നമുക്ക് മുമ്പോട്ട് നടക്കാം. ആ താഴെ കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടരെ 2 പേരുള്ളത് കണ്ടോ, താഴെ നിൽക്കണുണ്ടോ. അങ്ങനെ നമ്മൾ നടന്ന് അടുത്തൊരു കുന്നിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. താഴെ നമ്മൾ കണ്ട ആന കാണാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങേ സൈഡിലോട്ട് നോക്കി കുറേ കാട്ടുപോത്തുകൾ നോക്കി നിൽക്കുന്നുണ്ടോ. എന്നാ സീനും നോക്കി. നമ്മൾ ആ റൂട്ടാന്ന് തോന്നുന്നു കേട്ടോ പോകുന്നത്. കണ്ട് ഇതിൻ്റെ താഴെ 2 പേരുണ്ട്, ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടം നടക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിലിനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം കേട്ടോ. ആ 4ാമത് പോകുന്ന കക്ഷിയാണ് എൻ്റെ മെയിൽ. അതിൻ്റെ കളറിൻ്റെ വ്യത്യാസം കേട്ടോ. എന്നെ ഫ്രെയിമിലേക്ക് എന്നറിയാം അവർ നടന്നു വരുന്നത്. കംപ്ലീറ്റ് മുട്ടക്കുന്നവർ. ഇവരുടെ 2 പേരാന്ന് തോന്നുന്നു കേട്ടോ. താഴെ നിൽക്കണേ, നമ്മൾ ആദ്യമേ കണ്ടില്ലേ. അതുകൊണ്ടോ ഒരു അടാറ് സൈസുള്ള മെയിൽ കാട്ടുപോത്ത് പോകുന്നുണ്ടോ. ഇവൻ്റെ പിന്നാലെ വാലയായിട്ട് കുറേ പെൺകാട്ടുപോത്തുകളും കൂടെ വരുന്നുണ്ട് കേട്ടോ. നല്ല ലോങ്ങിനാണ് ഇവരെ കാണുന്നത്, എന്നാലും ആ അവൻ്റെ ഒരു സൈസ് കണ്ടോ എന്നാ വലുപ്പമാണെന്നുള്ളത്. കണ്ടോ, പെൺകാട്ടുപോത്തുകൾ പതിയെ മെയിലിൻ്റെ പിന്നാലെ പോവുകയാണ് കേട്ടോ. തീറ്റയൊക്കെ തിന്നാണ് പോകുന്നത്. നേരെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർക്ക് വരേണ്ടത്. വൈകുന്നേരം അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കണ്ടാൽ ഇവരുടെ സ്ട്രെങ്ത് എന്തേലും ഉണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് കുറച്ചുകൂടെ സൂം ഔട്ട് ചെയ്തിട്ട് കാണാവേ. നിൽക്കണം ഇപ്പോൾ കേട്ടോ. അതിൽ 2-3 പേര് നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവരും കണ്ടു കേട്ടോ. ഒരാൾ കണ്ട് ബാക്കിയുള്ളവരെ വിളിച്ച് കാണിച്ചു. എല്ലാവരും നമ്മളെ നോക്കിയാൽ നിൽക്കണം. ഇത്രയും പെൺപിള്ളേരെ ഒറ്റൊരുത്തനാണ് കേട്ടോ കൊണ്ട് നടക്കുന്നത്, നയിക്കുന്നത്. അവനാണ് ആ ടീമിൻ്റെ ലീഡർ. കണ്ടോ, നമ്മളെ കണ്ട വഴിയെ ഓടുന്ന ഓട്ടമാണേ നോക്കി. എന്ത് സീന നോക്കി. ഓഹോ,
ശരിക്കും വൈകുന്നേരം ഇതിലേക്കൂടെയുള്ള നടത്തം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആനിമൽസിനെ കാണുകയാണെങ്കിൽ അത് ബോണസാണ്. നല്ല ഇളം കാറ്റ് പിടിച്ചിട്ട് ഈ പച്ചപ്പൊക്കെ കണ്ണ് നടക്കാൻ ഭയങ്കര രസമാണ്. അത് നടക്കണം കേട്ടോ. കുറച്ച് ഹൈക്കിംഗ് ഉണ്ട്. ആ ഹൈക്കിങ് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്ലേസ് ഉണ്ടോ ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. നമുക്കൊരിക്കലും മടുക്കത്തില്ല. കയറി വന്ന ആ ഒരു മടുപ്പൊക്കെ നമുക്ക് ആ ഒരൊറ്റ ഈ ഒരു ഭംഗിയിലങ്ങ് അലിഞ്ഞു പോകുമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമാണ്. കുറച്ചുകൂടെ നമ്മൾ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഭംഗിയായിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ കയറ്റം കയറി വരുമ്പോഴത്തേനെ പകുതി ആൾക്കാരുടെ ജീവൻ പോകും. പിന്നെ അവരത്ര മൈൻഡാകത്തില്ല ഈ കാഴ്ചകളൊന്നും. സോ തൊട്ട് മുമ്പിൽ എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ഈ ഒരു യാത്രകൾ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ശരിക്കും ഈ ഒരു കാഴ്ചകളൊക്കെ ഒരിക്കലും മടുക്കത്തില്ല കേട്ടോ. എത്ര കണ്ടാലും പിന്നെയും കാണണമെന്ന് തോന്നും. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ പോരുന്നത്. അതവിടെ ഒരു കൂട്ടമുണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം മാറി കാട്ടുപോത്തുകൾ. അപ്പം പറഞ്ഞു വന്നത്, എനിക്ക് അത്യാവശ്യം വയറുള്ളതും അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. കയറ്റം കയറുമ്പോൾ മടുക്കുകയൊക്കെ ചെയ്യും. അത് നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ നിന്ന് എപ്പോഴും മനസ്സിലാവുമല്ലോ. നല്ല രീതിയിൽ ഞാൻ ടയർഡാകും. പക്ഷേ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാറില്ല. എന്തുവേലും കാണാൻ പറ്റുമെന്നുള്ളൊരു കാഴ്ച, ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് അങ്ങ് കയറ്റം കയറി പോകും. നല്ല അടിപൊളിയായിട്ട്. അവിടെ എന്തോ ഉണ്ട് കേട്ടോ. ആനയാണോ കരടിയാണോ കാട്ടുപോത്താണോ എന്നറിയത്തില്ല. അങ്ങേ ചെരുവിൽ കുറേ കാട്ടുപോത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇതുണ്ടോ അവരെന്തൊക്കെയോ കാണുന്നുണ്ട്. മാവ് നിൽക്കുന്നുണ്ടോ? ഇവിടെ ഒരാളേ ഉള്ളൂ. കുറച്ചിപ്പുറം മാറി ഒരു കൂട്ടമുണ്ട് കേട്ടോ. എനിക്കൊരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടോ? 6 സൈസ്. പെട്ടെന്ന് കണ്ടപ്പോൾ ആനയാണെന്നാണ് തോന്നി. സൈസ് ഉണ്ടോ അവൻ്റെ? അങ്ങനെ നമ്മുടെ ട്രക്കിങ് ഏകദേശം അവസാനിക്കാറായി. തിരിച്ചിറങ്ങി പോകണേ. പോകുന്ന വഴിക്ക് ഒരു ആനക്കൂട്ടത്തെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. നമ്മൾ മുമ്പേ കണ്ടൊരു ആനക്കൂട്ടമുണ്ട്. ചിലപ്പോൾ അവർ അങ്ങേ മല കറങ്ങി അങ്ങനെ അങ്ങ് പോയി കാണും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. വളരെ ഫ്രീ മൈൻഡോടെ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റും കേട്ടോ. ഇരുത്തത്തില്ല, അത് വേറെ കാര്യം. ഇരിക്കാൻ തോന്നും നമുക്ക്. അതുപോലൊരു പ്ലേസാണ്. എന്താണേലും കൊള്ളാം. ഇവിടെ അങ്ങേ കാണുന്ന മലയിലെല്ലാം കാട്ടുപോത്തുകളൊന്നും മേയുന്നുണ്ട് കേട്ടോ. ഞാനും വരട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞില്ല, നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ആനക്കൂട്ടത്തെ കാണാൻ പറ്റുന്നത് നിൽക്കുന്നത് താഴെ ആനകൾ. എന്നെ ഭംഗിയുള്ള ഫ്രെയിമിൽ അവരൊന്ന് മേയുന്നത് നോക്കി. അടിപൊളി. എനിക്ക് നിൽക്കണം നിൽപ്പുണ്ട് അവിടെ. അടിപൊളിയല്ലേ കാണാനായിട്ട്. നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം അല്ലേ? ഇതുണ്ട് മേളിൽ ആന നിൽക്കുന്നേ. താഴെ രണ്ടാമാർ വണ്ടി നിർത്തിയിട്ട് റോഡിൽ ഇറങ്ങി നിൽക്കുവാണ്. കൊടുങ്കാട്ടിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ആന ഡിസ്റ്റർബ് ചെയ്യണം. അവർ ഓൺ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഉണ്ടോ താഴെ ഒരുത്തം വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നിൽക്കുന്ന ഇപ്പോൾ ഉണ്ടോ? മേളിൽ ആന നിൽപ്പുണ്ടേ. അവിടെ നിന്ന് അവർ ഓൺ അടിക്കുമായിരുന്നു കേട്ടോ. ಇಲ್ಲ ಕುಳಿಲ ಕುಟ್ಟಿ ಅದೇ ಕುಟ್ಟಿತಾನೆ ಇದೆ. 1 ನಿಮಿಷಕ್ಕೆ வந்துடும். அதெல்லாம் காவாயில்லாதது இந்த படம் வந்துட்டுங்க. റോഡിലോട്ട് ഇറങ്ങും കേട്ടോ ആനപ്പത്തി. അതുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയതല്ല കേട്ടോ. മറ്റേ വണ്ടിക്കാർ അമ്മാർ ബഹളം വെച്ചപ്പോഴത്തേനും നമ്മുടെ അടുത്തുനിന്ന് ഒരു സാറ് ഓടി ചെന്നായിരുന്നു അങ്ങോട്ട്. വണ്ടി എടുത്ത് പോയപ്പോഴത്തേനും ബോക്സ് ചാർജിങ്ങിന് തുടങ്ങിയതാണ്. എന്നാ നിൽപ്പം നോക്കി. പച്ചപ്പിൽ അവനങ്ങനെ ആർമാദിച്ച് നിൽക്കും. അവനല്ല കേട്ടോ, അവളാണ്. അങ്ങനെ ആർമാദിച്ച് നിൽക്കുന്നുണ്ട്.
പുളി. അവൻ്റെ തലയുടെ ഇത് നോക്കി, ഒരു നെറ്റിപ്പട്ടം ഉണ്ട് കേട്ടോ ആൾക്ക്. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും അല്ലേ. ഇത് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ വാരിയിട്ട്. ആ കുട്ടിയും കൂടെ വേണമായിരുന്നു. പുല്ലിൻ്റെ ഇടയിൽ കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടി അതിൻ്റെ നടുക്കൂടെ ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നല്ലേ കാണാനായിട്ട്. ആണ്ടെ കുട്ടിയെ പെതിയെ തെളിഞ്ഞു വരുന്നുണ്ട് നോക്കി. ചന്ദ്രനൊക്കെ തെളിഞ്ഞു വരുന്ന പോലെ കുട്ടി ഇപ്പോൾ നടുക്ക് വന്നു കേട്ടോ നോക്കി. സീന്. അങ്ങനെ അവർ സന്തോഷമായിട്ട് അവിടെ നിന്ന് മേയട്ടെ. നമ്മൾ അവരെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ബദ്ധിയെ പോയേക്കുവാണ്. അതുകൊണ്ട് താഴെ കൂടെ വണ്ടി പോകുമ്പോഴത്തേനാണ് കേട്ടോ അവർ അസ്വസ്ഥരാകുന്നത്. നല്ല അടിപൊളി ഫ്രെയിമിൽ നിന്നിട്ടാണ് കേട്ടോ അവരെങ്ങനെ പുല്ലൊക്കെ തിന്ന് നടക്കുന്നത്. പെതിയെ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരും, ചിലപ്പം ആ മല കവർ ചെയ്ത് അങ്ങനെ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മൾ മലയിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊന്ന് പരിചയപ്പെടാം. BFO സാറ്. സാറേ ഒരു സെക്കൻഡ് ഒന്ന് മുഖം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന BFO സാർ. സാറ് പേര് ദീപക്. ഓക്കെ, ട്രിവാൻഡ്രംകാരനാണ്. പിന്നെ നമ്മളോടൊപ്പം മറ്റൊരു യൂട്യൂബർ ഉണ്ട് കേട്ടോ. അവരങ്ങനെ നമുക്കൊന്ന് നോക്കാം. ആണ് നമ്മുടെ ലൈഫ് ഓഫ് സേതാപ്പി എന്ന് പറയുന്ന ചാനലുകാരാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രക്കിങ്? കുറേ സൈറ്റിങ്സ് ഉണ്ടായിരുന്നു. വ്യൂ അതിലും ഒരു രക്ഷയില്ല. പൊക്കത്ത് എത്തിയപ്പോൾ തന്നെ ആന, കാട്ടുപോത്ത്, പിന്നെ സാമ്പാടിയർ, എല്ലാത്തിനും കരടി. അതെ അതെ അതെ, എല്ലാത്തിനെയും കണ്ടു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കടുവയെ മാത്രമേ കിട്ടാത്തുള്ളൂ, ബാക്കി എല്ലാം തന്നെ കിട്ടി കേട്ടോ. അപ്പം അടുത്ത വരവിൽ നമുക്ക് കടുവയും പിടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ കൂട്ടത്തിലൊരു ഗൈഡ് സാറും കൂടെ ഉണ്ടായിരുന്നു. പുള്ളി കുറച്ച് താഴോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ താഴെ വണ്ടിക്കാർ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ആന കണ്ടപ്പോഴത്തേന് അവരെ ഒന്ന് ഓടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നമുക്ക് താഴെ ചെല്ലുമ്പോൾ സാറിനെ കൂടെ പരിചയപ്പെടാതെ. എന്താണെങ്കിലും ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ദൂരെ നിന്നൊരു മ്ലാവ് നമ്മളെ നോക്കുന്നുണ്ടോ. നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാറ് കുറച്ച് മുമ്പിലേക്ക് അങ്ങ് പോയി. അതുകൊണ്ട് ആളെ പരിചയപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. ആളുടെ പേര് പ്രതീഷ് എന്നാണ്. പുള്ളിയാണ് കേട്ടോ നമുക്ക് മിക്ക സൈറ്റിങ്ങും കാണിച്ചു തന്നത്. അങ്ങനെ നമ്മളിതാ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചത് കേട്ടോ. ഇവിടുത്തെ ഒരു ആംബുലൻസ് ഉണ്ടോ, ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയിലാണ്. പക്ഷേ കാടിനകത്തെന്ന് പറയാം ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് സ്റ്റേ ചെയ്യുന്നത്. നല്ലൊരു ആംബിയൻസാണ്, കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആകണം. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫുഡ് റെഡിയാകും. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. രാവിലെ നമ്മൾ നേരെ ഗവിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കേജിലെ മോർണിംഗ് സവാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം വഴി കിടക്കുന്ന വണ്ടിയാണ് നമുക്ക് പോകാനുള്ളത്. ഇത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് തേക്കടിയിൽ നിന്ന് കഴിഞ്ഞിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത സഫാരിയുടെ വണ്ടിയാണ് കേട്ടോ. എന്താണേലും കാട് നല്ല പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമാണല്ലേ. ഇത് നമ്മോടൊപ്പം ഉള്ള ശ്വേതയുടെ ചാനലിൻ്റെ പേര് ലൈഫ് ഓഫ് സേതാപ്പി എന്നാണ്. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വീഡിയോസാണ് കേട്ടോ. ഫ്രീ ടൈമുള്ളപ്പോൾ ഒന്ന് കയറി കാണാൻ ശ്രമിക്കണേ. പരുന്ത് പാമ്പിനെ കൊണ്ട് വെച്ചേക്കുന്നതുണ്ടോ, എന്നാ വൃത്തിക്കാണ് ചുരുട്ടി വെച്ചേക്കുന്നത് നോക്കി. ഓന്ത് സാർ പതിയെ കയറി പോകുന്നതുണ്ടോ. മരത്തിൻ്റെ കീഴായിരുന്നാണ് വണ്ടി വന്നപ്പോൾ പതിയെ മരത്തിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. എന്നാ കളർ ഷെയ്ഡാണ് നോക്കി അതിൻ്റെ ശരീരത്ത്. നല്ല ലൈറ്റൊക്കെ ഉണ്ട് കാണാൻ, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. സംസാരം കേട്ടപ്പോൾ പതിയെ ഒന്ന് പതുങ്ങിയാണ്. എക്സസൈസ് ചെയ്യുവാന്ന് തോന്നുന്നു കേട്ടോ. കാണാൻ നല്ല രസമല്ലേ. ഹിഗ്വാനയുടെ ഒക്കെ ഒരു ലുക്ക് തോന്നുന്നുണ്ടല്ലേ. നല്ല കളറാണ് ഇപ്പോൾ കാണാനായിട്ട്. കരിങ്കുരങ്ങിൻ്റെ ഒരു കൂട്ടമാണ് കേട്ടോ. വണ്ടി വന്നപ്പോഴത്തേനും ബാക്കിയുള്ള എല്ലാം ഓടിപ്പോയി. അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അങ്ങനെ പിടിച്ചേക്കുവാണ്. കാട്ടുകോഴികൾ രാവിലെ തീറ്റ തേടി ഇറങ്ങിയതാണ്. വരുന്ന വഴിക്ക് ഒരുപാട് കണ്ടു, പക്ഷേ ഒരനക്കം കേട്ട് കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ ഓടിപ്പോവേ. ദേ സിംഹവാലൻ കുരങ്ങ്. പെരിയാർ ടൈഗർ റിസർവിൽ ഇവരെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. നോക്കി കൂടുതലും കരിങ്കുരങ്ങുകളെയാണ് കാണാറുള്ളത്. ഈ ഏരിയയിൽ ഇപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. റോഡിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ മരങ്ങൾക്കിടയിലാണ്. ഇതാണ്ട് ഏറ്റവും ചേർന്ന് അടുത്തിരിക്കുന്നത് ഇവനാണ് കേട്ടോ. ഒരമ്മയും കുഞ്ഞുമാണ്. കുഞ്ഞിനെ കണ്ടോ,
അടിപൊളി കേട്ടോ. അങ്ങേ സൈഡിൽ കൂടെ ഒക്കെ ഓടി നടക്കുന്നുണ്ട്, പക്ഷേ ഫ്രെയിമിലേക്ക് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ മരങ്ങൾക്കിടയിലാണ് കേട്ടോ. അടിപൊളി. കുഞ്ഞിൻ്റെ നോട്ടം കണ്ടോ. പോയി ഗവി യാത്ര ശരിക്കും ഉൾക്കാടിനുള്ളിലൂടെയാണ് എങ്കിലും ആനിമൽ സൈറ്റിങ്ങിലൊക്കെയാണ് കേട്ടോ. ചില സമയത്ത് റോഡിലൊക്കെ തന്നെ നമുക്ക് കാട്ടാനകളെ കാണാം. നമ്മൾ വന്ന വഴിക്ക് ആനകൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാൻ കിട്ടിയില്ലേ. ഇത് കണ്ടോ, കുറച്ച് കാട്ടുപോത്തുകൾ നിൽപ്പുണ്ട്. ഇത് ഗവി ഡാമിനോട് ചേർന്നുള്ള പുൽമേടാണ് കേട്ടോ കാണുന്നത്. അവിടെയാണ് ഒരു കൂട്ടം കാട്ടുപോത്തുകളുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേന് പെട്ടെന്ന് കാടിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇത് ശബരിമല വ്യൂ പോയിൻ്റാണ്. ഗവി റൂട്ടിലൊരു പ്രധാന ഡെസ്റ്റിനേഷനാണ്. മലകൾക്കപ്പുറം ശബരിമല നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും ശബരിമലയിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. നല്ല പച്ചപ്പിലാണ് താഴ്വാരമൊക്കെ. മിക്ക സമയങ്ങളിലും ഇവിടെ കാട്ടുപോത്തിനെ ആനയൊക്കെ കാണാറുണ്ട്, പക്ഷേ ലക്ക് വേണമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഗവിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഗവി ഡാം വരെയാണ് നമ്മുടെ സഫാരി ഉള്ളത്. ഇതാണ് കേട്ടോ ഗവി ഡാം. ഗവിയാർ ഡാം എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ പോകും. എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഗവിയിലും ഒരുപാട് ടൂർ പാക്കേജസുകളുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റേ ചെയ്യാനും ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാനും പറ്റുന്ന നിരവധി പ്രോഗ്രാംസ് ഇവിടെ ഗവി പാക്കേജിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആമച്ചാർ ഞങ്ങൾ വരുമ്പോഴത്തേന് റോഡിന് നടുക്കിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് മാറ്റി വെക്കാതെ പോരാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എടുത്ത് മാറ്റി വെച്ച സ്ഥലം അതിലും രസമാണ്. തൊട്ടടുത്തായിട്ട് ഇതാ ഈ ആളെ കണ്ടത്. കാട്ടുമഞ്ഞളുടെ ഇലയിലാണ് കേട്ടോ ആളുടെ ഇരിപ്പ്. നോക്കി എന്ത് സെറ്റപ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും അടുത്തേക്ക് അധികം പോകണ്ട. എന്താണ് രാമപതിയെ അഴിഞ്ഞു വെക്കുകയായിരിക്കും. ഞങ്ങൾ തൊട്ടടുത്ത് നിന്നിട്ട് പുള്ളിക്ക് യാതൊരു അനക്കുമല്ലോ കേട്ടോ. എങ്ങനെ ഇരുന്നു അതേ രീതിയിൽ അങ്ങ് ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഗവിയിൽ നിന്നും നമ്മൾ നേരെ തിരിച്ച് ക്യാമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു റൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ കടുവയും കരിമ്പുലിയൊക്കെ കാണാനുള്ളതാണ്. പക്ഷേ അതിനൊരു ഭാഗ്യം വേണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് ഒരുപാട് വലിയ സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചെറിയ ചെറിയ സൈറ്റിങ്സ് ഒക്കെ കിട്ടി ഹാപ്പിയാണ് കേട്ടോ. കാര്യം നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സൈറ്റിംഗ് ഉണ്ടായിരുന്നതല്ലേ. ഒരു ഫീമെയിൽ മ്ലാവാണ് നിൽക്കുന്നത്, സാമ്പാഡിയർ. പുള്ളി എന്തോ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. കാടിനുള്ളിൽ എന്തോ ഉണ്ട്. തൊട്ട് മുമ്പ് ഒരു കേഴമാൻ ചാടിപ്പോയായിരുന്നു, അതാണോ എന്നറിയത്തില്ല. എനിക്ക് ചെവിയൊക്കെ വട്ടം പിടിച്ച് അങ്ങനെ ശ്രദ്ധിച്ച് തന്നെ നിൽക്കുവാണ് കേട്ടോ. എനിക്ക് എന്തോ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ശ്രദ്ധയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് കേട്ടോ ഞങ്ങളിവിടെ നിൽക്കുന്നത് കണ്ടേ. വണ്ടി വന്നതൊന്നും പുള്ളി അറിഞ്ഞില്ലായിരുന്നു. വേണ്ട നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട്നെസ്സാണ് കാണാനല്ലേ. സഫാരിയൊക്കെ കഴിഞ്ഞ് നടന്നു വരുന്ന വഴിക്കാണ് കേട്ടോ. നമ്മുടെ ആ പാലത്തേലാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഒരു ചിത്രശലഭം ചത്ത് കിടക്കുവാണ്. ഇതൊക്കെ പങ്കുവെക്കാനായിട്ട് ഇതാ കുറച്ച് വേറെ ചിത്രശലഭങ്ങൾ തൊട്ടടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ. ശരിക്കും മനുഷ്യനെ പോലെ തന്നെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സഹജീവികൾക്കും ഇതുപോലെ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകാറുണ്ട്. വെറും ദിവസങ്ങളോ അതല്ല എങ്കിൽ 1-2 ആഴ്ചകളോ ഒക്കെ മാത്രമായിരിക്കും ഇവർക്ക് ആയുസ് ഉണ്ടാവുക. അതിനിടയ്ക്ക് പരിചയപ്പെട്ടവരോ അതല്ല എങ്കിൽ ഒരമ്മയുടെ പൊട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന ശലഭങ്ങളോ ആയിരിക്കാം കേട്ടോ ഈ ചുറ്റും വന്നിരിക്കുന്നത്. എന്താണേലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നോക്കി തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഇതാ ഈ ഒരു പക്ക് മാർക്ക് കണ്ടത്. ഇന്നലെ രാത്രി പോയതാണ്. കാര്യം ഇന്നലെ രാത്രിയിലൊക്കെ മഴയാണ്. ആ മഴ കഴിഞ്ഞിട്ട് പോയതിൻ്റെ പാടാണ് കേട്ടോ. നമ്മുടെ ക്യാമ്പിന് ചേർന്നിട്ടാണ് ഈ ഒരു പാലം ഉള്ളത്. അതുവഴിയാണ് ഇത് കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ജംഗിൾ ക്യാമ്പിൻ്റെ ടെൻറ്റുകൾ. നല്ലൊരു ആംബിയൻസിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നിറയെ മരങ്ങളാണ്, മരങ്ങൾക്കിടയിലാണ് ഈ ഒരു ക്യാമ്പ് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ് ഒരു ദിവസം വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. നല്ലൊരു ആംബിയൻസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് റിലാക്സ് ആകാൻ പറ്റും. നമ്മൾ സ്റ്റേ ചെയ്ത ടെൻ്റ് ഒന്ന് കാണിക്കാവേ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇന്നലെ രാത്രി കിടന്നിട്ട് അലങ്കോലമായിട്ട് കിടക്കുവാണേ. നല്ല സ്പേസാണ് ഇതിനകത്ത്. 3-4 പേർക്ക് കിടക്കാം. ഇവിടെ ടെൻറ്റ് കൊടുക്കുന്നത് മാക്സിമം 3 പേർക്കാണ് കേട്ടോ. മിനിമം 2 പേരും മാക്സിമം 3 പേരും ആ രീതിയിലാണ്. എന്താണേലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാകും ഇതിനകത്ത്. മഴയും കൂടെ ഉണ്ട്, അടിപൊളിയാണ്. മഴയുള്ള സമയത്ത് സൂക്ഷിക്കേണ്ടത് അട്ടയാണ്. നല്ല രീതിയിൽ അട്ടയുണ്ടാകും കേട്ടോ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ
ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പതിയെ നമ്മളൊരു ബേർഡ് വാഷിങ്ങിന് പോവാണ്. കുറച്ച് ദൂരം നടക്കാനുള്ളൂ. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിൽ ഇത് ഇൻക്ലൂഡഡാണ്. സമയം കുറച്ച് ലേറ്റായി. സോ ഇത്രമാത്രം ബേഡ്സിനെ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. കോഴി വേഴാമ്പലിരിക്കുന്നുണ്ടോ? വേഴാമ്പലുകൾ എപ്പോഴും അവരുടെ ഇണയുമായിട്ടാണ് കാണപ്പെടുന്നത്. അതല്ല എങ്കിൽ തൊട്ടടുത്ത കൊമ്പിലോ അല്ല മരത്തിലോ ഒക്കെ അതുങ്ങളുടെ ഇണ കാണും കേട്ടോ. ഒരാളുടെ വായിൽ എന്തോ തീറ്റയുണ്ട് കേട്ടോ. അതാ തീറ്റയുമായിട്ട് തൊട്ടടുത്തേക്ക് വരുന്നുണ്ട്. ലൈറ്റ് നമുക്ക് നേരെ ഓപ്പോസിറ്റാണ്. നല്ല രീതിയിൽ ക്ലിയറായിട്ട് കിട്ടത്തില്ല. നമ്മുടെ ചൂളക്കാക്ക ഇരിക്കുന്നുണ്ട്. അതാണ് കേട്ടോ അത് രാവിലെ അടിപൊളിയായിട്ട് നീട്ടിപ്പാടുന്നതാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ 4-5 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. 4-5 തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ഷേതാപ്പി നമ്മൾ നേരത്തെ കണ്ടല്ലോ, അവരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാവേ. ഈ വരുന്ന ടീംസാണ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. സാർ പേര് சொல்லுங்க. பேர் சுஹேலுதீன். நாங்கள் தமிழ்நாடு வந்திருக்கிறோம். ஓகே. ஒசூர். அவங்களுடைய சப்ஸ்கிரைபர் நாங்கள். உங்களுடைய சப்ஸ்கிரைபர் நாங்கள். ஓகே சார். நல்ல வீடியோ எல்லாம் வாட்ச் பண்ணுங்க, லைக் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க, ஷேர் பண்ணுங்க. ബാക്കി 2 പേര് എന്തിയാ? 2 പേര് ഫ്രണ്ടിലുണ്ട് കേട്ടോ. முன்னாடி உண்டு. അപ്പോൾ നമ്മുടെ ബേർഡ് വാച്ചിങ്ങിന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സൈറ്റിങ്ങേ ഇല്ലായിരുന്നു. കാര്യം നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോയിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ ബോട്ടിങ്ങിന് പോവാം. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചും കഴിഞ്ഞ് നമ്മൾ വള്ളക്കടവിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ തേക്കടിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒപ്പം തേക്കടിയിലെ ബോട്ടിങ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പം വൈകുന്നേരത്തെ ബോട്ടിങ്ങിന് നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ ആനിമൽ സൈറ്റിംഗ് ഉള്ള സമയമാണ് ബോട്ടിങ്ങിന്. അപ്പോൾ അതാ ഫസ്റ്റിൽ നമുക്ക് 2 കന്യാസ്ത്രീ കൊക്കുകളെയാണ് കാണാൻ പറ്റിയത്. അവരങ്ങനെ ഒരു കരയോട് ചേർന്ന് അങ്ങനെ നിൽക്കുവാണ്. നോക്കിയേ മ്ലാവും കൂട്ടങ്ങൾ. ഈ ഒരു സമയത്ത് നമ്മൾ ബോട്ടിങ്ങിന് വന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പായിരിക്കും കരകളിൽ. അവിടെ നമുക്ക് ഒരുപാട് ആനിമൽസ് ഇങ്ങനെ പുല്ലുകൾ തിന്നാനായിട്ട് വരുന്നത് കാണാൻ പറ്റും. നോക്കി പച്ചപ്പിൽ ഇവർ നിൽക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. എത്രണ്ണമാണ് നിൽക്കുന്നത് നോക്കി. നിരന്ന് മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് ഒരു കൊമ്പൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ? ആഹാ. എന്ത് രസമുള്ള കാഴ്ചയല്ലേ. തേക്കടി തടാകത്തിൽ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഈ മരക്കുറ്റികൾ എന്ത് രസമല്ലേ കാണാനായിട്ട്. മഴ പതിയെ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ടേ. നോക്കിയേ മഴയത്ത് നിന്ന് മെയ്യുന്നുണ്ടോ. ഒരു കൂട്ടമുണ്ട് കേട്ടോ. ഇത് ആ കൂട്ടത്തിലെ മെയിലാണ്. നോക്കിയേ എന്നാ സൈസാണെന്ന് നോക്കിയവൻ. കാട്ടിലെ മസിലളിയന്മാരാണ് കേട്ടോ കാട്ടുപോത്തുകൾ. മഴയത്ത് നിന്ന് കാട്ടുപോത്തുകൾ മെയ്യുന്നതുണ്ടോ. എന്ത് രസമല്ലേ. കുറേയധികം നല്ല രീതിയിൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അടുത്ത വേനലാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടാനായിട്ട്. അപ്പം ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോരെ. ഓൾറെഡി വേനൽ മഴ സ്റ്റാർട്ട് ചെയ്തു. ജൂണൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ മഴയാകും. പിന്നെ ഇവിടെ എല്ലാം വെള്ളമാകും കേട്ടോ. പിന്നെ ഈ കാഴ്ചകളൊന്നും കിട്ടത്തില്ല. എവിടെ നോക്കിയാലും കാട്ടുപോത്തിനെയും മ്ലാവിനെയും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആനകളെ അങ്ങനെ കാണാനേ ഇല്ല. നമ്മുടെ കുന്നം പ്രദേശങ്ങളിലൊക്കെ തളിർനാമ്പുകളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾക്കാട്ടിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. സോ ആനകളൊക്കെ നേരെ അങ്ങോട്ടേക്ക് പോയി കാണും. എന്താണേലും ഇവിടെ ഇപ്പോൾ നമുക്ക് ആനകളെ ഒന്നും കാണാനില്ല കേട്ടോ. എന്നാ ഭംഗിയുള്ള സ്ഥലമല്ലേ. ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് വേണം നമുക്ക് പറയാമല്ലേ. ഇത് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമുക്കത് വാക്കുകൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. നോക്കിയ ഒരു നീർക്കാക്ക മഴ നനഞ്ഞ് എങ്ങനെ ഒരു കൊമ്പത്ത് കയറി ഇരിക്കുന്നുണ്ടോ.
പച്ചപ്പിൽ കറുപ്പ് വന്ന കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഒരു പന്നിക്കുട്ടം നടക്കുന്നതാണ് തീരത്തോടെ, മണ്ണിര തപ്പി നടക്കുന്നതാവുകയെ. ഈ തവണത്തെ ബോട്ടിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ബോട്ടിങ്ങും മഴയും ആനിമൽസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ഈ തവണത്തെ ബോട്ടിങ് കേട്ടോ. നോക്കി തൊട്ടടുത്ത് നമുക്ക് ഒരുപാട് ആനിമൽസിനെ നല്ല രീതിയിൽ കാണാൻ പറ്റി. ആനയെ കണ്ടില്ല എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ്ടേ വീണ്ടും ഒരു കാട്ടുപോത്തിൻ്റെ കൂട്ടം. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഈ ഒരു കൂട്ടത്തിൽ. ഇത് കണ്ടോ, മ്ലാവുകൾ നിരന്ന് നിൽക്കുന്നുണ്ട്. എത്ര എണ്ണോ നോക്കി. ഓ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങേ മലയിൽ കാട്ടുപോത്തുകൾ മെയിനാണ് കേട്ടോ. നല്ല ദൂരത്തിലാണ്, ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പുറത്തെടുത്തതാണ്. കാരണം നമുക്ക് ഒരുപാടെണ്ണം അടുത്ത് കിട്ടി, എന്നാലും ഒരു രസം. ഇത് കേട്ടോ, നല്ല ദൂരത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സമയം ഇവിടെ തീരുവാണ്. ഒപ്പം തന്നെ വള്ളക്കടവിൻ്റെ പാക്കേജും ഇവിടെ തീരുവാണ്. പക്ഷേ ഞങ്ങൾ ഒരു ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് നാളത്തെ ഒരു നേച്ചർ വാക്കും കൂടെ എടുത്തിട്ടേ പോകുന്നുള്ളൂ. ഇത് ഞങ്ങൾ ചെയ്തൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗസ്റ്റുകളെ കൊണ്ടുവന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതുപോലുള്ള ഫോറസ്റ്റ് ബേസ്ഡ് പ്രോഗ്രാമുകളിൽ നിങ്ങൾക്കും പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കേരളത്തിലും പുറത്തുമായിട്ട് ഒരുപാട് ഫോറസ്റ്റ് ട്രിപ്പുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ഗസ്റ്റായിട്ടുണ്ടായിരുന്നത്. 2 ദിവസം ഇവരോടൊപ്പമാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. ഒപ്പം തന്നെ ശ്വേതയൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് മലയാളം ഒട്ടും അറിയുന്നില്ല, പക്ഷെ മലയാളം പാട്ട് പാടുന്ന കേട്ടോ. കാറ്റോട് മേഘം വെല്ലേ ചൊല്ലി സ്നേഹാദ്രമേതോ സ്വകാര്യം മാലിന്യ സന്ധ്യേ തീരനിലാവും പരായും അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ദിവസം സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി ഇതാണ് കേട്ടോ. തേക്കടിയിൽ നമ്മളെല്ലാവരും വരുമ്പോൾ റിസോർട്ടിലാണ് സാധാരണ സ്റ്റേ ചെയ്യാറുള്ളത്. ഇത് വ്യത്യസ്തമായിട്ടൊരു ഹോം സ്റ്റേ ആണ്. പ്ലസ് നമുക്കൊരു ചെറിയൊരു റിസോർട്ടെന്ന് വേണേൽ പറയാം. ഒരുപാട് സ്റ്റേ സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ ഒട്ടുമിക്ക ട്രിപ്പുകൾ ഇതുപോലെ തന്നെ ജോയ്ഫുള്ളായിരിക്കും. നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കും എല്ലാവരുമായിട്ട് കണക്റ്റായിട്ടിരിക്കുക. അപ്പം നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങളുമായിട്ട് ഇനി ഏതെങ്കിലും ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ തേക്കടിയിൽ വരുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വേണം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് ടെൻറ്റുകളും അതുപോലെ തന്നെ റൂംസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ചെറിയൊരു പ്രൈവറ്റ് വാട്ടർഫോളൊക്കെ ഇവർ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഡി ബൂട്ട് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത്. അതൊക്കെ ഒരുപാട് ടെൻറ്റുകളുണ്ട് കേട്ടോ. അപ്പം തന്നെ ഒരു വലിയൊരു ഗ്രൂപ്പിന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ദിവസം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ടെൻറ്റ് കൂടാതെ തന്നെ ആദ്യമേ കാണിച്ച കെട്ടിടത്തിൽ റൂംസ് അവൈലബിൾ ആണ്. വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടി പോയെന്നറിയാം. എങ്കിലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലെസ് ടീം സൈനിങ് ഓഫ്.